പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവികതയുടെ രഹസ്യം എന്ന ഈ ബൈബിൾ സ്റ്റഡി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവ് നമ്മോട് ഇടപെടുന്നത് എപ്രകാരമോ അപ്രകാരം നാം നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അത് മലയാളത്തിൽ നിന്ന് ആദ്യം നമുക്ക് വായിക്കാം. അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് നമുക്കൊന്ന് വരണം. അതിന് മുൻപായിട്ട് മലയാളത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കണം. അതായത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, നാം ദൈവത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് പാപം അറിയാത്തവനെ സ്തോത്രം പാപം ആക്കി, നമുക്ക് വേണ്ടി പാപം ആക്കി എന്ന് മലയാള വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ വളരെയധികം ട്രാൻസ്ലേഷൻസ് ഇംഗ്ലീഷിൽ വായിച്ച് പോകുമ്പോൾ സ്തോത്രം ഞാൻ അവിടെ അരാമ്യ ഭാഷയിൽ എഴുതപ്പെട്ട വേദപുസ്തകത്തിൽ നിന്ന് അരാമ്യ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ട്രാൻസ്ലേഷൻ ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഫോർ ഹി ഹു ഹാഡ് നോട്ട് നോൺ സിൻ മെയ്ഡ് ഹിംസെൽഫ് ടു ബിക്കം സിൻ ഇൻ യോർ പ്ലേസ്. അതായത് നമ്മുടെ ആ പാപിയായിരിക്കുന്ന നമ്മുടെ സ്ഥാനത്ത് പാപം ഇല്ലാത്തവൻ, പാപി അല്ലാത്തവൻ സ്വയം നമുക്ക് വേണ്ടി പാപിയായി മാറ്റപ്പെട്ടു. അതായത് സ്വയം പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം ഏറ്റെടുത്തു. ഫോർ ഹൂ ഹാഡ് നോട്ട് നോൺ സിൻ, അതായത് പാപം എന്തെന്ന് അറിയാത്തവൻ, പാപം എന്തെന്നറിയാത്തവൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ദൈവത്തെ ഏത് ആംഗിളിൽ നോക്കിയാലും, ദൈവത്തിൻ്റെ ഏത് പ്രവൃത്തി നോക്കിയാലും നമുക്കവിടെ കാണാൻ കഴിയുന്നത് വിശുദ്ധിയാണ്. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്? കാരണം കർത്താവിൻ്റെ സകല പ്രവൃത്തിയും വിശുദ്ധി നിറഞ്ഞ പ്രവൃത്തികളായിരുന്നു. കർത്താവിൻ്റെ ജനനം വിശുദ്ധിയുള്ള ജനനമായിരുന്നു. കർത്താവിൻ്റെ ജീവിതം വിശുദ്ധിയുള്ള ജീവിതമായിരുന്നു. കർത്താവിൻ്റെ വാക്ക് വിശുദ്ധിയുള്ളതായിരുന്നു. കർത്താവിൻ്റെ ചിന്ത വിശുദ്ധിയുള്ളതായിരുന്നു. കർത്താവിൻ്റെ സകല പ്രവൃത്തിയും വിശുദ്ധിയുള്ളതായിരുന്നു. കർത്താവിൻ്റെ മരണം വിശുദ്ധിയുള്ള മരണമായിരുന്നു. പാപമില്ലാത്തവൻ മരിച്ചു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിശുദ്ധിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് നമുക്ക് അയച്ച ആത്മാവിനും പേര് പരിശുദ്ധ ആത്മാവെന്നാണ്. കർത്താവ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. അത് ഒരു മനുഷ്യനും ഒരു രീതിയിലും അവകാശപ്പെടാൻ കഴിയാത്തതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. നല്ലവൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല. ഏവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവകൃപ വിട്ട് അകന്നിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ജാതി മത വർണ്ണ വിവേചന വ്യത്യാസങ്ങൾ യാതൊന്നുമില്ലാതെ ദൈവം യഹൂദനെ നോക്കുന്നു എന്നല്ല, ദൈവം വിശ്വാസിയെ നോക്കുന്നു എന്നല്ല, ദൈവം മനുഷ്യരാശിയെ നോക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം മനുഷ്യരാശിയെ നോക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എഴുതിയിരിക്കുന്ന ആ വേദഭാഗത്തേക്ക് ഒരിക്കൽ കൂടെ ഒന്ന് വരട്ടെ. ഫോർ ഹീ ഹു ഹാഡ് നോട്ട് നോൺ സിൻ മെയ്ഡ് ഹിംസെൽഫ് ടു ബിക്കം സിൻ ഇൻ യോർ പ്ലേസ്. പാപം അറിയാത്തവൻ
സ്വയം നമുക്കു വേണ്ടി പാപിയായി മുദ്രകുത്തപ്പെട്ടു. പാപിയായി മുദ്രകുത്തപ്പെട്ടു. അതിൻ്റെ അർത്ഥം പാപം ഏറ്റെടുത്തു. പാപമില്ലാത്തവൻ സ്വയം നമ്മുടെ സ്ഥാനം ഏറ്റെടുത്ത് പാപം ഏറ്റെടുത്തു. പാപ പരിഹാര യാഗമായി. അതൊരു മൃഗത്തെ ഏൽപ്പിച്ചില്ല, അതൊരു മനുഷ്യനെ ഏൽപ്പിച്ചില്ല, അതൊരു ദൂതനെ ഏൽപ്പിച്ചില്ല, അതൊരു സൃഷ്ടിയെ ഏൽപ്പിച്ചില്ല. പകരം ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് ആ പ്രവൃത്തിയെ തികച്ചു. അതത്രേ എല്ലാ നാമത്തിനും മേലായ നാമമാകുന്ന കർത്താവായ യേശു ക്രിസ്തു. ദൈവികതയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ഒരേ ഒരു നാമം, നമുക്ക് നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മുൻപോട്ട് പോകുമ്പോൾ that we would become the righteousness of God in him. ക്രിസ്തുവിൽ നാം ദൈവത്തിൻ്റെ നീതിയായി മാറ്റപ്പെടുവാൻ വേണ്ടിയാണ് പാപമില്ലാത്തവൻ സ്വയം നമുക്ക് വേണ്ടി പാപിയായി മാറ്റപ്പെട്ടത് എന്ന് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. That we would become the righteousness of God in him. നാം ദൈവത്തിൻ്റെ നീതിയായി മാറേണ്ടതിന്, നാം ദൈവത്തിൻ്റെ സന്തതിയായി മാറേണ്ടതിന്, നാം ദൈവത്തിൻ്റെ ഭാഗമായി മാറേണ്ടതിന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന അനാദി നിർണയപ്രകാരമുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കായി തന്നെ പാപമില്ലാത്തവൻ സ്വയം നമ്മുടെ പാപം ഏറ്റെടുത്ത് നമ്മുടെ സ്ഥാനത്ത് വന്ന് നമുക്ക് വേണ്ടി അതിന് പരിഹാരമായി, so that we can receive the righteousness of God. എന്തിന്? നാം ദൈവത്തിൻ്റെ നീതിയെ പ്രാപിക്കുവാൻ ആയിട്ട്. എന്നാൽ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് ആഴമായി മനസ്സിലാക്കണമെങ്കിൽ ദൈവമക്കളെ, നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കേണ്ടി വരും. ഞാനത് ആദ്യം മലയാളത്തിലായിരിക്കും വായിക്കുക, ഞാൻ എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് വരും. അവിടെ 15-ാമത്തെ വാക്യം മുതൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനത് മലയാളത്തിൽ നിന്ന് 14 മുതൽ വായിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. മനസ്സിലാക്കണം, ആകയാൽ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അടുത്ത പദം വളരെ ശ്രദ്ധിക്കണം. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു, ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ശ്രദ്ധിക്കണം, ക്രിസ്തുവിനെ, ഇത് എഴുതിയത് പൗലോസ് അപ്പോസ്തലനാണ്. ക്രിസ്തുവിനെ ജഡപ്രകാരം പൗലോസ് അറിഞ്ഞപ്പോഴാണ് ദൈവസഭയെ മുടിപ്പിപ്പാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഒരു തേജസ് തന്നെ മൂടിയപ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ, ശൗലേ ശൗലേ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ആ ശബ്ദത്തിന്റെ മുമ്പാകെ ജഡപ്രകാരം അതുവരെ അറിഞ്ഞ യേശുവിനെ മാറ്റി അന്നു മുതൽ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ആരംഭിച്ചു. ഒരുവൻ യേശുവിനെ ജഡപ്രകാരം അറിയുന്നതും ഒരുവൻ യേശു ക്രിസ്തുവിനെ ആത്മാവിൽ അറിയുന്നതും, അതായത് ഒരുവൻ കർത്താവ് ആരെന്നുള്ള ആ വെളിപ്പാട് പ്രാപിക്കുന്നതും കർത്താവ് ആരെന്നുള്ള വെളിപ്പാട് പ്രാപിക്കാതിരിക്കുന്നതും രണ്ടും 2 തലങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തി ഇല്ല. ലോകത്തിന്
നമ്മുടെ അരുമനാഥനെ കുറിച്ച് അറിയാവുന്നത് യേശു എന്ന് മാത്രം. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു അവതാരം എന്ന നിലയിൽ, ഒരു നല്ല ഒരു ഹോളി മാൻ, ഒരു വിശുദ്ധ മനുഷ്യൻ എന്ന നിലവാരത്തിൽ മാത്രമേ അറിയാവൂ. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിനറിയാം, ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന മനുഷ്യരാശിയുടെ രക്ഷയാണ് ക്രിസ്തു, ക്രിസ്തു യേശു. അതായത് യഹോശുവ, യശുവ ഹമശിയ. ദൈവികതയുടെ മർമ്മം മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി വെളിപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശു ക്രിസ്തുവിന് മഹത്വം. അത് നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെയാണ് ദൈവം നമുക്ക് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മുടെ നീതീകരണത്തിലൂടെയാണ് ദൈവം നമ്മെ തൻ്റെ പുത്രൻ്റെ ജീവയാഗത്താൽ നമ്മെ നീതീകരിച്ചതിലൂടെയാണ് നമുക്കത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വചനം ഗ്രഹിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിച്ചാലേ പറ്റൂ. എന്താണ് വചനം മനസ്സിലാക്കുക എന്നതിൻ്റെ അർത്ഥം? വചനം മനസ്സിലാക്കുക എന്നതിൻ്റെ അർത്ഥം കർത്താവ് ആരെന്ന് മനസ്സിലാക്കുകയാണ്. വചനം മനസ്സിലാക്കുക എന്നാൽ ദൈവത്തെ മനസ്സിലാക്കുക എന്നാണ്. വചനത്തെ മനസ്സിലാക്കുക എന്നാൽ സാക്ഷാൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്നാണ്. കാരണം വചനം ജഡമായി തീർന്നവനാണ് ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യത്തെ മനസ്സിലാക്കി തന്നെ മുൻപോട്ട് ദൈവമക്കൾ പോയേ പറ്റൂ. പല പ്രിയപ്പെട്ടവരും പറയുന്നൊരു പരാതിയാണ്, അവർക്ക് വചനം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, അവർക്ക് വചനം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളുടെ വീണ്ടും ജനന അനുഭവത്തെ സംശയിച്ചു പോവുകയാണ്. ഞാൻ എന്തുകൊണ്ടത് പറയുന്നു? കാരണം ഒരുവൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ, ഒരുവൻ ദൈവത്തിൻ്റെ സന്തതിയായി കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് വചനം ഗ്രഹിക്കാനുള്ള കൃപ കർത്താവ് കൊടുക്കും. കാരണം ആ വ്യക്തിയും ദൈവവും ഒന്നാണ്. വചനത്തെ ഗ്രഹിക്കുക എന്നാൽ ദൈവത്തെ ഗ്രഹിക്കുക എന്നാണ്. ഞാനത് നേരത്തെ പറഞ്ഞു. വചനത്തെ ഗ്രഹിക്കുക എന്നാൽ ദൈവത്തെ ഗ്രഹിക്കുക എന്നാണ്. ദൈവത്തെ മനസ്സിലാക്കുക എന്നാൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്നാണ്. ഒരുവൻ പിതാവിനെയും പുത്രനെയും മനസ്സിലാക്കുവാൻ ആരംഭിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ ഉള്ളിൽ സാക്ഷാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായ രീതിയിൽ ക്രിയ ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ദൈവികമാകുന്ന നീതീകരണം വ്യക്തമായ നിലവാരത്തിൽ പ്രാപിച്ച് മുന്നേറുന്നവനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കും വേണ്ട. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മോട് ഇടപെടുന്നത്. ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നതിൻ്റെ തെളിവെന്ത് എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് വചനം ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. അതായത് ആ വ്യക്തിക്ക് ദൈവമാരെന്നും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, അതായത് അത്രയും വലിയ കട്ടിയുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ദൈവത്തെ അറിയുവാൻ തൻ്റെ ആത്മാവിൽ സ്തോത്രം ഭാഗ്യം ലഭിക്കും. തൻ്റെ ആത്മാവിൽ താൻ ദൈവവുമായുള്ള ജ്ഞാനത്തിൽ വളരും. അതിന് വിദ്യാഭ്യാസം വേണ്ട, അതിന് ലോകപരിചയം വേണ്ട, അതിന് ഈ ലോകപ്രകാരമുള്ള ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. യേശു ക്രിസ്തുവിൻ്റെ കൃപ മാത്രം മതി. അനേകം വ്യക്തികൾ സ്നാനപ്പെടുന്നു, മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു, അവർ കൃപാവരങ്ങൾ പ്രാപിക്കുന്നു എന്ന് പറയുന്നു, എല്ലാം പറയുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ നിർഭാഗ്യവശാലുള്ള ഒരു പ്രയാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ they fail to understand the word of God. അവർക്ക് വചനം ഗ്രഹിക്കുവാനുള്ള കഴിവ് ഇല്ലാതെ പോകുന്നു. ഒരു കാര്യം ഞാൻ കർത്തൃനാമത്തിൽ പറയാം, ഒരു വ്യക്തി വചനം ഗ്രഹിക്കാനുള്ള കഴിവ് പ്രാപിക്കാതെ ഒരു കാരണവശാലും സ്നാനപ്പെടരുത്. പല പ്രിയപ്പെട്ടവരും ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുമ്പോൾ കൂടെയുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്നേഹപരമായ അഭിപ്രായങ്ങൾ കേട്ടും എനിക്കും സ്നാനപ്പെടണമെന്നുള്ള ചിന്തയിലെല്ലാം സ്നാനപ്പെടാറുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എനിക്ക് വചനത്തെ മനസ്സിലാക്കുവാൻ, എനിക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ, എനിക്ക് എൻ്റെ അരുമനാഥനാകുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ?
അപ്രകാരമുള്ള ഒരു ബന്ധം എന്നിൽ വന്നിട്ടുണ്ടോ? ഞാൻ ഈ സംസാരിക്കുന്നത് ഒരല്പം കട്ടിയായി തോന്നാം, എന്നോട് ക്ഷമിക്കുക, ഞാൻ പറയുന്നത് സത്യമാണ്. അങ്ങനെ ഒരു അനുഭവം ഉള്ളവർ മാത്രമേ സ്നാനപ്പെടാവൂ. അങ്ങനെ ഉള്ളവർ സ്നാനപ്പെടുന്നതാണ് ഉപയോഗം. കാരണം അവരുടെ ഉള്ളിലാണ് വീണ്ടും ജനന അനുഭവമുള്ളത്. ഒരു വീണ്ടും ജനന അനുഭവം എന്ന് പറയുന്നത് ദൈവമാരെന്നുള്ള തിരിച്ചറിവാണ്. ദൈവമാരെന്നുള്ള തിരിച്ചറിവും ആ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം പ്രാപിപ്പാനുള്ള ആ അനുഭവവും ഉണ്ട് എങ്കിൽ മാത്രമേ ആ വ്യക്തി വീണ്ടും ജനിച്ചു എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ഉള്ളവരാണ് ദൈവിക നീതീകരണത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഉള്ളവരിലാണ് വിശുദ്ധീകരണം വെളിപ്പെടുന്നത്. അങ്ങനെ ഉള്ളവർക്കാണ് ക്രിസ്തുവിലുള്ള ആ പാപക്ഷമ, അതായത് പാപമറിയാത്തവൻ സ്വയം പാപത്തിന് പരിഹാരമായി അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറ്റപ്പെട്ടു. ആ തിരുരക്തത്തിന്റെ ശക്തി എന്തെന്ന് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അനുഭവിപ്പാൻ കഴിയൂ. പ്രിയമുള്ളവരെ, ഈ ഒരു സത്യം നാം ഒന്ന് മനസ്സിലാക്കി ഇരിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി പറയുന്നു, ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു, എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിയുന്നില്ല. അന്ന് അല്ലെങ്കിൽ ഇന്നായാലും അവൻ യേശുവിൻ്റെ ആളാ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുണ്ട്. അവൻ ക്രിസ്ത്യാനി, തള്ളിക്കളയുന്നവരുണ്ട്. എന്നാൽ യേശു ആര്? യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവാര്? ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നവനാണ് എന്നുള്ള തിരിച്ചറിവ് വരുന്ന വ്യക്തിക്ക് അങ്ങനെ അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. അത് ഒരുവൻ വയലിൽ ഒരു നിധി കണ്ടെത്തുന്നതിന് സമമാണ്. അവനുള്ള സകലതും വെടിഞ്ഞ് ആ നിധിയെ സ്വന്തമാക്കാൻ വേണ്ടി തൻ്റെ സകലത്തെ വിറ്റ് ആ വയലിനെ നേടി ആ നിധിയെ സ്വന്തമാക്കും. അതാണ് സ്വർഗരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ യുണീക്നെസ്, സ്വർഗരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ബൈബിൾ സ്റ്റഡി നടത്തുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. പലരും ആത്മീയമായി വളരണമെന്ന് ഉള്ള ആഗ്രഹക്കാരാണ്. നിങ്ങളുടെ മുമ്പിൽ ഉള്ള ആത്മീയമായി വളരുവാനുള്ള നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് കുറേ പ്രാർത്ഥിക്കണം, കുറേ ബൈബിൾ വായിക്കണം, മീറ്റിങ്ങിന് പോകണം, ഉപവസിക്കണം, കൃപാവരങ്ങളാൽ ഉപയോഗിക്കപ്പെടണം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ബാക്കിയുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ചിന്തിക്കാം. എന്നാൽ ആത്മീകമായി വളരുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തെ കൂടുതലായി അറിയുക എന്നാണ്. ദൈവികതയുടെ മർമ്മം ഒരുവൻ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ആ വ്യക്തി ഉറച്ചു നിൽക്കൂ. ദൈവികതയുടെ മർമ്മം എന്ന് പറയുന്നത് നാം പിതാവിലും പുത്രനിലുമുള്ള കൂട്ടായ്മയിൽ നാം ഒന്നിച്ചായിരിക്കുന്നതാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് പറയുന്നത് പോലെ തന്നെ നാം പിതാവിലും നാം ക്രിസ്തുവിലുമാകുന്ന അനുഭവം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് കടന്നു വരും. ആ ഒരു സ്വർഗീയ കൂട്ടായ്മയാണ് നമുക്ക് ദൈവികതയുടെ ഈ രഹസ്യം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് അത് രുചിച്ചറിയുവാൻ കഴിയുന്നത്. ആ 16-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരികയാണ്. അതായത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഒരിക്കലൂടെ വരികയാണ്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ആരെക്കുറിച്ചാ പറയുന്നത്? ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തോടുകൂടെ ചേർന്നിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അപ്രകാരം തന്നെ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ക്രിസ്തു ആരെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാൽ ഒരിക്കൽ കൂടി പറയുകയാണ്, എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. ക്രിസ്തു ആരെന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥമായ വീണ്ടും ജനനം. ദൈവികതയുടെ മർമ്മം മനസ്സിലാക്കുന്നതാണ് സത്യസന്ധമായ വീണ്ടും ജനനം. നിങ്ങൾക്കൊരു പല്ലുവേദന ഉണ്ടായിരുന്നു, മാറി. നിങ്ങൾക്കൊരു രോഗമുണ്ടായിരുന്നു, മാറി. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, മാറി. നിങ്ങൾക്ക് ഇതുവരെ നടക്കാത്ത ഒരു കാര്യം നടന്നു, നിങ്ങളുടെ കടം മാറി, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി. അതുകൊണ്ട് ഇതാണ് ദൈവമെന്ന് എനിക്ക് മനസ്സിലായി. നോ, അതല്ല.
അതല്ല, വചനപ്രകാരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തു ആരെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം, യഥാർത്ഥ വീണ്ടും ജനിച്ച അനുഭവം. മറ്റുള്ള അനുഭവങ്ങളെല്ലാം നമ്മെ ഈ ഒരു അനുഭവത്തിലേക്ക് നടത്തുന്നതായിരിക്കണം. അല്ലാതെ ഈ ലോകപ്രകാരമുള്ള ജഡപ്രകാരമുള്ള ജീവിതം നയിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് ഈ കർത്താവിൻ്റെ മാർഗത്തെ ആരും കാണരുത്. പ്രിയമുള്ളവരെ, മുൻപോട്ട് പോകുമ്പോൾ 17-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. അത് നമുക്ക് വളരെ പലപ്പോഴും നമ്മൾ കേട്ട് അതെന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത നിലവാരത്തിലായിപ്പോയ ഒരു വചനമാണ്. അത് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഒരുത്തൻ, അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരുവൻ ക്രിസ്തുവിനെ ആത്മാവിൽ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഒരുവന് ക്രിസ്തു ആരെന്ന് വെളിപ്പെടേണ്ട നിലവാരത്തിൽ വെളിപ്പെട്ടാൽ, ആ പ്രിയപ്പെട്ടവന്റെ അകക്കണ്ണു തുറന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ പഴയ വ്യക്തിയല്ല. ആ വ്യക്തി ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തിട്ട് ഒരു പുതിയ ഒരു തൈയായി, ഒരു ചെടിയായിട്ട്, ഒരു ഗോതമ്പ് ചെടിയായിട്ട് മുളച്ച് ഫലം കായ്ക്കുന്ന ഒരനുഭവത്തിലേക്ക്, ഒരു പുതിയ ഒരനുഭവത്തിലേക്ക് ആ വ്യക്തി കടന്നിരിക്കുകയാണ്. അതത്രേ പുതിയ സൃഷ്ടി. ദൈവത്തെ ജഡപ്രകാരം അറിയുന്ന നിലവാരത്തിൽ നിന്ന് ദൈവത്തെ ആത്മാവിൽ അറിയുന്ന നിലവാരത്തിലേക്കുള്ള ആ ഒരു മാറ്റമാണ്, ആ ഒരു ട്രാൻസിഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ആ ഒരു മാറ്റത്തെയാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ ഇഷ്ടപ്രകാരമല്ല, ഇത് ജഡത്തിന്റെ ഇഷ്ടപ്രകാരമല്ല, ഇത് പാരമ്പര്യപ്രകാരമല്ല, ഇതൊരു മതത്തിൽ ജനിച്ചു എന്ന കാരണം കൊണ്ടല്ല, ഇത് തീർത്തും കൃപയാലാണ്. അതാണ് രക്ഷിക്കപ്പെട്ട അനുഭവം. അതാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. മുൻപോട്ട് പോകുമ്പോൾ അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇതിനെല്ലാം കാരണമാര്? ദൈവം തന്നെ. ദൈവം നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന്, ആ മനുഷ്യനായി ഇറങ്ങി വന്ന ക്രിസ്തു മൂലം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. അതായത് ദൈവവും നാമുമായുള്ള ശത്രുത്വം നീക്കി ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ഏവർക്കും ക്രിസ്തുവിൻ്റെ വിശുദ്ധി പ്രാപിപ്പാൻ, ക്രിസ്തുവിലുള്ള പാപക്ഷമ പ്രാപിപ്പാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അതിലൂടെ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മിൽ വ്യാപരിക്കുകയാണ്. ആ പുതിയ സൃഷ്ടിയുടെ അനുഭവം എന്ന് പറയുന്നത് ദൈവിക വിശുദ്ധി പ്രാപിച്ച അനുഭവമാണ്. പുതിയ സൃഷ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവിക വിശുദ്ധിയാണ്. കാരണം ഞാൻ നേരത്തെ മെസ്സേജിന്റെ ആദ്യമേ പറഞ്ഞു, ദൈവത്തിന്റെ ഏത് പ്രവൃത്തി നോക്കിയാലും അവിടെ വിശുദ്ധിയെ, ദൈവത്തിന്റെ വിശുദ്ധിയെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിന്റെ വിശുദ്ധി തന്നെയാണ്. ദൈവം കോപിച്ചാലും വിശുദ്ധി നിമിത്തമാണ് കോപിക്കുന്നത്. ദൈവം ന്യായം വിധിച്ചാലും വിശുദ്ധി നിമിത്തമാണ് ന്യായം വിധിക്കുന്നത്. തൻ്റെ വിശുദ്ധിയോട് പകരം വയ്പ്പാൻ മറ്റൊന്നില്ലാത്തത് കൊണ്ട് തന്നെ താൻ തന്നെ മനുഷ്യനായി, രക്ഷകനായി, ക്രിസ്തുവായി, യഹോശുവയായി നമുക്ക് വേണ്ടി ക്രിസ്തുവായി ഇറങ്ങി വന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മോടുകൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് ഇടപെടുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. മുൻപോട്ട് പോകുമ്പോൾ സ്തോത്രം, പിതാവ് നമ്മെ ക്രിസ്തു മൂലം തന്നോട്, അതായത് പിതാവിനോട് നിരപ്പിച്ചു. എന്തുകൊണ്ടാ? നാം ശത്രുക്കളായിരുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്താണ് ഒരു ദൈവിക ശുശ്രൂഷകന്റെ യഥാർത്ഥ റോൾ, യഥാർത്ഥ
പ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്നത് നിങ്ങളെയും ദൈവത്തെയും ഒന്നാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നിങ്ങൾ പാപി എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ പാപത്തിനൊരു പരിഹാരകനുണ്ട് എന്നാണ്. നിങ്ങൾക്കൊരു പിതാവുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പിതാവും പുത്രനുമായുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ്. അതാണ് നിരപ്പിന്റെ ശുശ്രൂഷ. എന്താണ് നിരപ്പിന്റെ ശുശ്രൂഷ? നമ്മെയും ദൈവത്തെയും ആ ശത്രുത്വത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ക്രൂശിന്റെ ശത്രുവായവനെ ദൈവത്തിന്റെ സന്തതിയാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവപ്രവൃത്തിയുടെ ഭാഗമാകുവാൻ ദൂതന്മാർക്ക് പോലും ഭാഗ്യം ലഭിക്കാതിരിക്കെ ക്രൂശിന്റെ ശത്രുക്കളായവരെ തന്നെ തൻ്റെ വിശുദ്ധിയുടെ മഹിമയെന്തെന്ന് വെളിപ്പെടുത്തുവാൻ രൂപാന്തരപ്പെടുത്തി വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ഏൽപ്പിച്ചിരിക്കുകയാണ്. വിളിച്ച ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ ആത്മാവേ, അങ്ങയ്ക്ക് നന്ദി. പ്രിയമുള്ളവരെ, കർത്താതി കർത്താവും രാജാതി രാജാവും ഇന്ന് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചേ പറ്റൂ. അവിടെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ ഭരമേൽപ്പിച്ച വചനമാണ് സുവിശേഷം. ഈ നിരപ്പിന്റെ വചനം ആർക്കെല്ലാം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ അവർക്കെല്ലാം ക്രിസ്തുവിനെ ആത്മാവിൽ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അവരാരും ക്രിസ്തുവിനെ ജഡപ്രകാരമല്ല അറിയുന്നത്, അവരെല്ലാം ക്രിസ്തു ആരോ അപ്രകാരം ആത്മാവിൽ അറിയുകയാണ്. അവരെല്ലാം ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുകയാണ്. എന്താണ് നിരപ്പിന്റെ ശുശ്രൂഷ? നിരപ്പിന്റെ ശുശ്രൂഷ വീണ്ടും ജനിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. അത് മരണത്തിന്റെ ശുശ്രൂഷയല്ല, മറിച്ച് ജീവനെ കൊടുക്കുന്ന ശുശ്രൂഷയാണ്, നിത്യജീവന്റെ ശുശ്രൂഷയാണ്. നാം യേശു ക്രിസ്തുവിന് മഹത്വം എന്ന് പറയുമ്പോൾ നാം പിതാവിന് മഹത്വം കൊടുക്കുകയാണ്. പിതാവിനും പുത്രനും മഹത്വം കൊടുക്കുമ്പോൾ നാം പരിശുദ്ധ ആത്മാവിനും മഹത്വം കൊടുക്കുകയാണ്. യേശു എന്നാൽ പിതാവാണ്, യേശു എന്നാൽ പരിശുദ്ധാത്മാവാണ്, പിതാവെന്നാൽ കർത്താവും പരിശുദ്ധാത്മാവുമാണ്. യേശു ക്രിസ്തുവിന് മഹത്വം. ദൈവം ഏകനാണ്. ദൈവത്തെ നമുക്ക് വേർതിരിച്ചു കാണാൻ കഴിയില്ല. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് പറഞ്ഞ ആ അരുമനാഥനെ പരിപൂർണമായിട്ട് അരുമനാഥൻ എന്തു പറയുന്നോ അപ്രകാരം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അരുമനാഥനെ പരിപൂർണമായി സ്നേഹത്തോടെ, ആത്മാവിൻ്റെ സ്നേഹത്തോടെ തിരിച്ചറിയുന്നതാണ് പുതിയ സൃഷ്ടിയുടെ അനുഭവം. 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ നിരന്നുകൊള്ളുവിൻ. ക്രിസ്തു ആരെന്ന് തിരിച്ചറിവിൻ. ആ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്ന് തിരിച്ചറിവിൻ. സ്തോത്രം. ആ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരുവിൻ. പാപങ്ങളെ കഴുകിക്കളവിൻ. രക്താംബരം പോലെ കടും ചുമപ്പായാലും സ്തോത്രം ഹിമത്തെ പോലെ വെളുപ്പിക്കുന്ന യാഗത്തിൽ പ്രസാദിക്കാതെ സ്തോത്രം കരുണയിൽ പ്രസാദിക്കുന്ന കരുണാസാഗരമായവനെ തിരിച്ചറിവിൻ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്. ആ കൃപയുടെ ഉറവിടത്തിലേക്ക് കടന്നു വരുവിൻ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനപതികളായി. എന്താണ് ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായിരിക്കുക എന്നതിൻ്റെ അർത്ഥം? ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുക. ക്രിസ്തു കഷ്ടം സഹിച്ച അതേ പാത തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകുക. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കുക. ക്രിസ്തു എന്താഗ്രഹിക്കുന്നുവോ അത് തന്നെ ചെയ്യുക. ക്രിസ്തു പിതാവിൻ്റെ പ്രവൃത്തി ചെയ്തതുപോലെ നാമും പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുക. എങ്ങനെ? ക്രിസ്തു വിശുദ്ധിയോടെ പ്രവർത്തിച്ചു, പിതാവിൻ്റെ വിശുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു. അപ്രകാരം തന്നെ നാമും പിതാവിൻ്റെ വിശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അയ്യോ, ഇതൊക്കെ എങ്ങനെ?
താങ്കൾ ക്രിസ്തുവിനെ അറിയേണ്ട നിലവാരത്തിൽ അറിയാൻ ആരംഭിക്കുമ്പോൾ അത് എങ്ങനെയെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ക്രിസ്തയേശുവിന്റെ ആത്മാവിനാൽ, ദൈവത്താൽ തന്നെ സകലതും സാധ്യമെന്ന് ഈ മനുഷ്യനാകുന്ന, ഈ ഒന്നിനും കൊള്ളാത്ത, ഈ പാപിയാകുന്ന എനിക്കും ധൈര്യത്തോടെ പറയാൻ ദൈവാത്മാവിനാൽ പ്രാഗൽഭ്യം ഉണ്ട്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ, ഞാൻ ആദ്യം വായിച്ച ഭാഗം, പാപം അറിയാത്തവനെ നാം അവനിൽ, അതായത് ക്രിസ്തുവിൽ, പാപം അറിയാത്തവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം, അവൻ, അതായത് ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി പാപം ആക്കി. ദൈവം തന്നെ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപ പരിഹാരം ആക്കി. നാം ദൈവത്തിൻ്റെ നീതിയായി മാറേണ്ടതിന്, നാം ദൈവത്തിൻ്റെ നീതി പ്രാപിക്കേണ്ടതിന്, he who had not known sin made himself to become sin in your place. അതായത് പാപം അറിയാത്തവൻ സ്വയം തന്നെ പാപിയാക്കി മാറ്റി. പാപം ചെയ്ത് പാപിയായതല്ല, മറിച്ച് നമ്മുടെ പാപമേറ്റെടുത്ത് പാപത്തിൻ്റെ പരിഹാരകനായി. അതാണ് ക്രിസ്തു, ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നവൻ. ഈ ക്രിസ്തുവിനെ കുറിച്ചത്രേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. വചനം ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലതും വചനം മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും വചനത്തെ കൂടാതെ ഉളവായത് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ഈ എബ്രായർ 11:3, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇവിടെ യോഹന്നാൻ സുവിശേഷം 1:3 എന്ത് പറയുന്നു? സകലതും വചനം മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും വചനത്തെ കൂടാതെ ഉളവായതല്ല. വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ച് അടക്കിയില്ല. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. വചനം, അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് അവനെന്നാണ്, എന്നാൽ വചനം ലോകത്തിൽ ഉണ്ടായിരുന്നു, അതായത് ക്രിസ്തു ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം ക്രിസ്തു മുഖാന്തരം, അവൻ മുഖാന്തരം, അതായത് വചനം മുഖാന്തരം ഉളവായി. ലോകമോ ക്രിസ്തുവിനെ, വചനത്തെ അറിഞ്ഞില്ല. അവൻ, അതായത് വചനമാവുന്ന ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ, അതായത് യേശു എന്ന ആ ജഡരൂപത്തിൽ ഇറങ്ങി വന്നവൻ, അത് ദൈവമാണ്, ക്രിസ്തുവാണ്, ദൈവത്തിന്റെ രക്ഷയാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നവനാണ്, ദൈവത്തിന്റെ നീതിയെ നമുക്ക് നൽകുന്നവനാണ് എന്ന തിരിച്ചറിവ് ആർക്കെല്ലാം വന്നുവോ, ആരെല്ലാം ഈ തിരിച്ചറിവിലൂടെ ദൈവത്തെ, ക്രിസ്തുവിനെ സ്വീകരിച്ചുവോ, അവർക്കൊക്കെ എന്ത് അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്നത്? അതാണ് 12-ാമത്തെ വാക്യം പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജഡത്തിൽ നിന്നല്ല, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. 18-ാമത്തെ വാക്യം പറയുന്നത്, no one has ever seen God, but the unique one who himself is God has revealed
ഗാഡ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ദ യുണീക്ക് വൺ, ഏറ്റവും പ്രത്യേകതയുള്ളവൻ, സ്വയം ദൈവമായവൻ തന്നെ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നമുക്കിവിടെ 18-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതനായ പുത്രനായി മനുഷ്യർക്ക് വെളിപ്പെട്ടത് ആരാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന ആ വചനമായവൻ ജഡത്തിൽ 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്നു എന്ന് പറയുന്ന ആ അരുമനാഥൻ തന്നെ ആണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവികതയുടെ ആ പൊരുൾ, ആ ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇനിയും സഹായിക്കട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അനുഭവത്തിൽ വളർന്നു വരുവാൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ആർക്കെങ്കിലും വചനത്തിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ചോദിക്കാൻ അവസരമുണ്ട്. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ, ആമേൻ.